ഞാൻ വണ്ടി വന്നു, KSRTC സ്റ്റാൻഡിലേക്ക് കയറാൻ നേരത്ത് വന്നു. അവിടെ വന്ന് അവിടെ ആരും പോലീസുകാരും വണ്ടി തിരിച്ചു വിടാനില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു അവിടെ പരിപാടി നടക്കണമായിരിക്കും, അറിയില്ലായിരുന്നു. ഞാൻ വണ്ടി അവിടെ നിന്ന് ഒരു പോലീസ് വണ്ടി ഇറങ്ങി വന്നു. പോലീസ് വണ്ടി ഇറങ്ങി നിന്നപ്പോൾ അവരും പറഞ്ഞില്ല, പിച്ച് കിട്ടില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ സ്റ്റാൻഡിലേക്ക് കയറി പോകാൻ വഴിക്ക് ഒരു കാറ് വട്ടം തിരിച്ചപ്പോൾ ഞാൻ ഓൺ അടിച്ച് ഓൺ സ്റ്റക്കായിപ്പോയി. ഇപ്പം ഞാൻ സ്റ്റാൻഡിൻ്റെ അകത്ത് കയറിയിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ വയറൊക്കെ വെച്ച് പിടിച്ചപ്പോഴേക്ക് KSRTC ഡിപ്പോയിൽ നിന്ന് ഒരു ഇലക്ട്രീഷ്യൻ വന്ന് ആ വയറ് വലിച്ചു പിടിച്ചു. എന്നിട്ട് വെഹിക്കിൾമാർ അവിടെ നാട്ടിയ വെഹിക്കിൾമാരൊക്കെ ഉണ്ടായിരുന്നു. വെഹിക്കിൾമാർ എന്നോട് പറഞ്ഞു വണ്ടി പൊക്കമെന്നും പറഞ്ഞ് ഞാൻ വണ്ടി സ്റ്റാൻഡിലേക്ക് പോന്നു. പിന്നെ ശേഷം എൻ്റെ വണ്ടി പിടിച്ചു. ഞാൻ 3 പിള്ളേരും ആയിട്ട് ഈ വാടകയ്ക്ക് ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കുന്നതാണ്. ഈ വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ വണ്ടി ഓടിച്ചാണ് ജീവിക്കുന്നത്. ഈ ഒരു വരുമാനം മാത്രമേ എനിക്കുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് മന്ത്രിയുടെ കാല് പിടിക്കാമെന്ന് ഓർത്തുകൊണ്ട് മന്ത്രി എടുത്ത് ചെന്നപ്പോഴേക്കും അവിടെ അടുപ്പിച്ചില്ല. മന്ത്രി എടുത്ത് കാല് പിടിച്ച് ക്ഷമ പറയാമെന്ന് ഓർത്തുകൊണ്ട് ചെന്നു. അങ്ങ് അവിടെ ഒരു രക്ഷയിലായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചു. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു കാഴ്ചകൾ മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചൊടിക്കുന്ന കരുതില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട MLA പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 വരുവാന്ന് അദ്ദേഹം വിചാരിച്ച്. ഞാനും പേടിച്ചു പോയി. കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് വന്ന് സ്പീഡിൽ അകത്തോട്ട് പോകുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്ന് എവിടെ ഇട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോൺ അടിച്ചുകൊണ്ട്. ഇതിനകത്ത് ഇത്രയും ഹോൺ അടിക്കേണ്ട കാര്യം എന്തൊരു ബസ് സ്റ്റോപ്പല്ലേ, ബസ് സ്റ്റാൻഡിനകത്തല്ലേ? നിങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുക. നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു. ഫയർ എഞ്ചിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന MLA തെറ്റിദ്ധരിച്ച പോലെ ഞാനും തെറ്റിദ്ധരിച്ചു. ഇതെന്താണ് ഇങ്ങനെ പാഞ്ഞു വരുന്നത്, എന്തെങ്കിലും ബ്രേക്ക് വല്ലതും പോയി വരികയാണോ എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഇന്ന് പറയാനുള്ളൂ. അത് പോയി, അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഇത്രയും ജനപ്രതിനിധികളും ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ജനങ്ങളും കൂടിയിരിക്കുന്നിടത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കേണ്ടതല്ല. റോഡ് അപ്പൊ എന്തായിരിക്കും? ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വരുന്നതിനകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശാൻ പുറത്തെന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത്? അപ്പൊ ഈ സാധാരണ പറയില്ലേ, അരി ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ചോറുണ്ട് എന്തോന്നറിയാൻ എല്ലാ അരിയും ഞെക്കണ്ട, 2 എണ്ണം ഇത് 1 എണ്ണം ഞെക്കിയാൽ മതി. ഏരിയയിലെല്ലാം ഞാൻ പറയുക, പതുക്കെ ഓടിച്ചോളുക. ഓവർ സ്പീഡ് പറ്റത്തില്ല, റെക്ലെസ് ഡ്രൈവിംഗ് പറ്റത്തില്ല. അപകടകരമായ ഈ ഡ്രൈവിംഗ് മത്സര ഓട്ടത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 തവണ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഇപ്പൊ ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. അവര് ചോദ്യം ചോദിക്കാൻ പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോടായിരിക്കും. അത് ഓർമ്മ വേണം. അതുകൊണ്ട് ഒരു വിധത്തിലുള്ള മത്സര ഓട്ടവും അനുവദിക്കുന്നതല്ല. രാത്രി വണ്ടി ഓടണം, മത്സര ഓട്ടം പറ്റത്തില്ല, എയർ ഹോൺ പറ്റത്തില്ല. വളരെ യാത്രയ്ക്കാണ് വണ്ടി, അല്ലാതെ ആളുകളെ പേടിപ്പിക്കാനല്ലല്ലോ. ഈ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കുന്ന യാത്രക്കാർ ജീവൻ പണയം വെച്ചല്ലേ ഇരിക്കുന്നത്. KSRTCക്ക് ഇപ്പൊ അഭിമാനത്തോടെ പറയണം, KSRTC ഇപ്പൊ കള്ളു കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാറില്ല. അതുകൊണ്ട് എന്താ ലാഭം? കഴിഞ്ഞ വർഷത്തെക്കാൾ 50% KSRTCക്ക് അപകടം കുറവാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, KSRTCയിൽ കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പിച്ച് ഞാൻ പറയാം, KSRTCയിൽ പൂർണ്ണ സുരക്ഷിതത്തോടെ യാത്ര ചെയ്യാം. അത് മാത്രമല്ല, സമയത്തിന് വണ്ടി പോകും.